ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സംസ്ഥാനത്ത് 29-ാം തീയതി സർക്കാർ വിതരണം ചെയ്തിരുന്നു. അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്തു. ഇനിയും തുക ലഭിക്കാത്തവർക്ക് അധികം വൈകാതെ തന്നെ എത്തിച്ചേരുന്നതാണ്. കേന്ദ്രവിഹിതം ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ സഹായം എത്തിച്ചേരുന്നതാണ്. ഓണക്കാല പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണവും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും എന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ ഒരുമിച്ച് സെപ്റ്റംബർ 15-ന് മുമ്പായി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇത് വളരെ ആശ്വാസകരമായിരിക്കും. അടുത്ത അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 31 ശനിയാഴ്ച, അതായത് ഇന്ന് വരെയാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം നടക്കുന്നത്. അതിനാൽ തന്നെ ഇതുവരെ റേഷൻ വാങ്ങാത്തവർ ഇന്ന് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ സെപ്റ്റംബർ മാസത്തിൽ കൂടുതൽ ആനുകൂല്യമുണ്ടെന്ന് അറിയിപ്പുകൾ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള 13 തരം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സബ്സിഡി കിറ്റുകളാണ്. ഇത് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് പ്രത്യേക ചന്തകൾ ഉണ്ടാകും. ഇവിടെ റേഷൻ കാർഡുമായി എത്തിച്ചേർന്ന് വേണം ആനുകൂല്യങ്ങൾ വാങ്ങുവാൻ. സെപ്റ്റംബർ 7-ാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ 14-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് നിലവിൽ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. അതിനാൽ റേഷൻ കാർഡ് ഉള്ളവർ എല്ലാവരും ഈ തീയതികൾ പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. ഈ ആനുകൂല്യം ആ സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ള സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിലുള്ള വിപണികൾ വഴിയോ അല്ലെങ്കിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴിയോ വിതരണം നടക്കുന്നതിനോടൊപ്പം സപ്ലൈകോ സ്റ്റോറുകളിലും ഇത് ലഭ്യമാണ്. അടുത്ത അറിയിപ്പ്, വീടിന്റെ മെയിൻ്റനൻസിന് വേണ്ടി 50,000 രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയെ പറ്റിയാണ്. ഇമ്പിച്ചി ഭാവ പുനരുദ്ധാരണ പദ്ധതിയാണ് ഇത്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന, അതായത് ക്രിസ്ത്യൻ, മുസ്ലിം, ചൈന, സിഖ് തുടങ്ങിയ മതങ്ങളിൽ ഉൾപ്പെടുന്ന വിധവകളായ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീകൾ തുടങ്ങിയവർക്ക് വേണ്ടി വീടിന്റെ മെയിൻ്റനൻസിന് വേണ്ടി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഇത്. ഈ സഹായത്തിനായി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഇന്നത്തോടെ അവസാനിക്കുന്നതാണ്. 50,000 രൂപയാണ് വീടിന്റെ പുനരുദ്ധാരണത്തിന് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. എല്ലാ ജില്ലകളിലും അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. അതാത് ജില്ലകളിലെ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷകൾ എത്തിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ പെൺമക്കൾക്ക്, അതോടൊപ്പം ഭിന്നശേഷി നേരിടുന്ന പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായത്തിനായി 30,000 രൂപ അനുവദിക്കുന്ന പരിണയം എന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ മുഖാന്തരം ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. APL BPL വ്യത്യാസമില്ലാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് ഈ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാം. ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ സാമൂഹ്യനീതി ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾക്ക് വരെ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.